ഹായ് കുട്ടീസ്, മിസ് എന്താ ഈ ബുക്കും പെന്നൊക്കെ എടുത്തു നിൽക്കുന്നതെന്ന് എന്റെ മക്കൾ വിചാരിക്കില്ലേ? അതേടാ, നമ്മുടെ വിദ്യാരംഭം ഇങ്ങ് അടുക്കാനായി. വിദ്യാരംഭം എന്ന് പറയുമ്പോൾ എന്റെ പിള്ളേരെ മനസ്സിൽ ആദ്യം എന്ത് ഓടിയെത്താ? 2 ദിവസം സ്കൂളിൽ പോകണ്ട, പഠിക്കേണ്ട, ട്യൂഷന് പോകണ്ട, ഒന്നും വേണ്ട അല്ലേ? അതെ, ഈ ഒരു കാര്യം മാത്രമേ നമ്മുടെ മനസ്സിൽ വിദ്യാരംഭം എന്ന് പറയുമ്പോഴുള്ളൂ. ഇതല്ലാതെ മറ്റൊരുപാട് കാര്യങ്ങൾ മക്കളെ വിദ്യാരംഭം കണക്ട് ആയിട്ടുണ്ട്. അതായത് നമ്മുടെ അറിവിന്റെ ആരംഭം എന്നാണ് വിദ്യാരംഭം എന്നതിലൂടെ അർത്ഥമാക്കുന്നത്. അറിവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുസ്തകത്താളുകളിൽ നിന്ന് ലഭിക്കുന്നത് മാത്രമല്ല അറിവ്. നമ്മളെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് ഒരുപാട് അറിവുകൾ ലഭിക്കും. നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന്, നമ്മുടെ മുതിർന്നവരിൽ നിന്ന് ഒരുപാട് അറിവുകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട് അല്ലെ? ഈ അറിവ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മിസ് നേരത്തെ പറഞ്ഞ പോലെ പുസ്തകത്തിൽ നിന്ന് മാത്രമല്ല അറിവ് എന്ന് പറഞ്ഞത്. ഈ ഒരു സമയത്താണ് നമ്മൾ പുതിയ ഓരോ കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നില്ലേ? ചില ആളുകൾ ഡാൻസിനോട് താല്പര്യമുള്ള കുട്ടികൾ എന്ത് ചെയ്യും? ഡാൻസ് പഠിക്കും, പാട്ട് പഠിക്കും. അതേപോലെ തന്നെ നമ്മൾ ആയോധന കലകളൊക്കെ പഠിക്കുന്ന ഒരു ടൈമാണ് വിദ്യാരംഭം എന്ന് പറഞ്ഞത്. അതേപോലെ പല കുട്ടികളും ഇത് കാണുന്ന മാതാപിതാക്കളൊക്കെ അവരെ മക്കളെ ഓരോന്ന് പഠിപ്പിക്കാൻ വേണ്ടി, പുതുതായിട്ട് ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കുന്ന സമയം എന്ന് പറയുന്നപ്പോഴാണ് ഈ വിദ്യാരംഭത്തിന്റെ സമയത്താണല്ലേ? അതെ മക്കളെ, ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു ടൈമാണ് വിദ്യാരംഭം എന്ന് പറയുന്നത്. സോ ഈ ഒരു വിദ്യാരംഭ നാളില് എന്റെ മക്കള് സൈലത്തോടൊപ്പം ചേരാൻ പോവാ. അപ്പൊ വിദ്യാരംഭം കുറിക്കാൻ പോവാണ് ആരോടൊപ്പം? സൈലത്തോടൊപ്പം. അതായത് സൈലത്തിലെ കുറച്ച് എക്സ്ക്ലൂസീവ് ബാച്ചുകൾ ഉണ്ട്. പൃഥ്വി ബാച്ചും വജ്ര ബാച്ചും. പൃഥ്വി ബാച്ച് എന്ന് പറയുന്നത് 5ാം ക്ലാസ്സിലെ എന്റെ കുഞ്ഞുമക്കൾക്കും 6ാം ക്ലാസ്സിലെ എന്റെ കുഞ്ഞുമക്കൾക്കായിട്ടാണ് വജ്ര ബാച്ച് ഉള്ളത്. സോ ഈ ഒരു ബാച്ചിലേക്കുള്ള സ്റ്റാർട്ടിങ് ഒരുപാട് തവണ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? അപ്പൊ വിദ്യാരംഭ നാളില് നമ്മൾ എന്താ പുതിയൊരു തുടക്കം കുറിക്കാൻ പോവാണ്. നമ്മുടെ സ്റ്റഡീസ് ഇനി ആരോടൊപ്പം ആവാൻ പോവാണ്? നമ്മുടെ സൈലത്തോടൊപ്പം ആവാൻ പോവാണ്. അപ്പൊ സൈലത്തോടൊപ്പം ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് എന്റെ പിള്ളേർക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് ലഭിക്കുന്നത് അറിയാം. മിസ് ആദ്യം എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞുതരാം, അതിനുശേഷം ഓരോന്നിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞു തരാം. തടാ, ഒരു വർഷത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്താണ് സൈലത്തോടൊപ്പം പഠിച്ച് അറിഞ്ഞ് രസിച്ച് പോകാം. എന്തൊക്കെ കാര്യങ്ങൾ എന്റെ മക്കൾക്ക് ഒരു വർഷത്തിലുള്ള പാക്കിൽ ലഭിക്കുന്നുണ്ട്. ഒരു അടിപൊളി പാക്കേജ് ആണ് കേട്ടോ. ഈ ഒരു പാക്കേജിൽ എന്റെ മക്കൾക്ക് ലഭിക്കുന്നത് മെന്റർ ക്ലാസ്സസ് ഉണ്ടാവും, ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും, റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും, കോണ്ടന്റ് വീഡിയോ ഉണ്ടാവും. അപ്പൊ ഈ മെന്റർഷിപ്പ് എന്നൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന പിള്ളേരാണെങ്കിൽ എന്താന്ന് മിസ് പറഞ്ഞു തരാം. എടാ, നമ്മൾ സ്കൂളിൽ പോയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഡൗട്ടും കാര്യങ്ങൾ ഉണ്ടാവില്ലേ? റിലേറ്റഡ് ഹോംവർക്ക് ആയാലും മിസ് അന്നു എടുക്കുന്ന ചാപ്റ്റേഴ്സ് ആയാലും ഒക്കെ നമുക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഡൗട്ട് പലപ്പോഴും നമുക്ക് ടീച്ചേഴ്സിനോട് ചോദിക്കാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടാണ്. ടീച്ചേഴ്സ് ചീത്ത അറിയോ, അല്ലെങ്കിൽ ഇത്ര പറഞ്ഞിട്ട് മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ചില ടീച്ചേഴ്സ്, എല്ലാവരും അല്ലെങ്കിലും ചില ആളുകളെങ്കിലും ഉണ്ടാവും അല്ലെ? പക്ഷെ എന്റെ പിള്ളേര് സൈലത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് മക്കള് സ്റ്റഡി ഇനി സൈലത്തോടൊപ്പം ആണെങ്കിൽ എന്താ ആ കാര്യത്തിൽ പേടിക്കൊന്നും വേണ്ട. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും 24/7 നിങ്ങളെ കൂടെ മെന്റേഴ്സ് ഉണ്ടാവും. സൈലത്തിലെ ഒരു മെന്റർ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ തീർത്തു തരാനുണ്ടായിരിക്കും കേട്ടോ. അതേപോലെ പിന്നെ നമ്മളെ പ്രശ്നം എന്താടാ? എക്സാമിന് പോയിരിക്കുമ്പോ എല്ലാം അങ്ങോട്ട് മാറുന്നു. എത്രയൊക്കെ പഠിച്ചാലും എക്സാമിന്റെ സമയമാകുമ്പോഴത്തേ മാറുന്നു. അതെന്തുകൊണ്ടാ? പ്രോപ്പർ ആയിട്ട് നമ്മൾ എക്സാം എഴുതി നോക്കാത്തോണ്ടല്ലേ? അപ്പൊ നമുക്ക് ഈ ഒരു എക്സാം സീരീസിലൂടെ നിങ്ങൾക്ക് എന്ത് ലഭിക്കും? ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ നമ്മൾ എക്സാംസ് തരും. ഓരോ സെക്ഷൻ, അതായത് നമ്മൾ ഒരൊറ്റ പാഠം ഒരു വൺസ് അല്ല നമ്മൾ എടുക്കുക, 3 പാർട്ടും 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ദിവസം ഇത്തിരി പഠിച്ചാൽ മതി. ആ ഓരോ ഇത്തിരി നമ്മൾ എന്ത് ചെയ്യും? വലിയ ഒത്തിരിയാക്കി മാറ്റില്ലേ? അപ്പൊ ഓരോ ഇത്തിരി പഠിപ്പിക്കുന്ന സമയത്തും അതിൽ നിന്ന് ടീച്ചേഴ്സ് എന്ത് ചെയ്യും? ഹോംവർക്ക് തരും. അത് എന്റെ മക്കളെ അതിൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തണം. അപ്പൊ നിങ്ങൾ ഇരിക്കും സ്കൂളിലോ ഹോംവർക്ക് പറ്റിയിട്ട് സൈലത്തിൽ വന്ന് സൈലത്തിൽ ഹോംവർക്ക് വന്ന്. പക്ഷെ ഇവിടെ ഹോംവർക്ക് ചെയ്യാഞ്ഞിട്ട് ടീച്ചേഴ്സ് നിങ്ങളെ ചീത്തയൊന്നും പറയില്ല. പക്ഷെ നിങ്ങളെ അസസ് ചെയ്യും. അതായത് എന്റെ മക്കൾക്ക് മനസ്സിലായോ, അതിനൊക്കെ വേണ്ടിയിട്ട് ഹോംവർക്ക് എന്തെങ്കിലും തെറ്റിപ്പോയാലും ടീച്ചേഴ്സ് അത് തിരുത്തി തരും കേട്ടോ. അപ്പൊ എക്സാം ഡെയിലി എഴുതി നമ്മൾ പവർഫുൾ സെറ്റ് ആയിട്ടേക്കും എക്സാമിന് പോകുന്നത്. അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മക്കൾ എപ്പോഴാണ്? എക്സാമിന്റെ തലേന്ന് അല്ലെങ്കിൽ രാവിലെ ഒക്കെ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ട് ഒരു ചാപ്റ്ററിന് എന്ത് ചോദിച്ചാലും എക്സാം എഴുതാനുള്ള അത്രയും കോൺഫിഡന്റ് ആയിട്ടായിരിക്കും നിങ്ങൾ എക്സാമിന് പോകുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഏതിലൂടെയാണെന്നറിയോ? നമ്മുടെ പൃഥ്വി ബാച്ചിലൂടെ. അതായത് നമ്മുടെ 5ാം ക്ലാസ്സിലെ പിള്ളേർക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ് പൃഥ്വി ബാച്ച്. ഈ ബാച്ചിൽ ജോയിൻ ചെയ്ത മിസ് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും കിട്ടും. ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും, റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കഷൻ ഉണ്ടാവും, എല്ലാം ഉണ്ടായിരിക്കും. നിങ്ങളെ കൂടെ നിന്ന് നിങ്ങളെ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് ആരുണ്ടാവും? സൈലം നിങ്ങളെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ് ഈ ഒരു മൊമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി മുതൽ എൻ്റെ മക്കൾ എന്താണ് പല കാര്യങ്ങളും, പല ആയോധന കലകളായാലും ഡാൻസ് ആയാലും പാട്ടായാലും ഒക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന വിദ്യാരംഭം കുറിക്കാൻ പോകുന്ന ഒരു മൊമെന്റ് ആണ്. സോ ഈ ഒരു വർഷത്തെ വിദ്യാരംഭം ഇനി സൈലത്തോടൊപ്പം ആയാലോ?